നമ്മൾ പാർട്ട് 2 പുസ്തകത്തിനകത്ത് പോളിനോമിയൽ എന്ന ചാപ്റ്ററിനകത്തുള്ള L2 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 43 × 47 പ്രോഡക്റ്റ് കാണണം, അതിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതിനെ എങ്ങനെ എഴുതാം, 40 + 3 എന്ന് എഴുതാം. 43 നമുക്ക് 40 + 3 എന്ന് എഴുതാം. അതുപോലെ 47 40 + 7 എന്നും എഴുതാം. നമ്മൾ തന്നേക്കണ ക്വസ്റ്റ്യനെ നമ്മൾ ആ തന്നിരിക്കുന്ന നമ്പറിനെ 43 40 + 3 എന്നും 47 ഫസ്റ്റ് 40 + 7 എന്നും എഴുതുക. ഇപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച ഒരു ഫോർമുലയായി S + A × S + Bയുടെ ഇക്വേഷനിലേക്ക് ഇത് വന്നു. ഇത് നമ്മൾ എന്താ ഫോർമുല പഠിച്ചേക്കണേ, അത് L1 വീഡിയോയ്ക്കകത്ത് S + A × S + B പഠിച്ചു കഴിഞ്ഞു നമ്മൾ അല്ലേ. എന്നാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. S + A × S + B എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു S². പിന്നെ ഈ എക്സ് അങ്ങനെ തന്നെ എഴുതുക. പിന്നെ എന്ത് വരും, ഈ A + B, അത് അങ്ങനെ എന്ത് നമ്പറാണോ, പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ ബ്രാക്കറ്റിൽ എഴുതുക, പ്ലസ് പിന്നെ ഈ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു AB വരും. ഇനി നമ്മൾ നോക്കിക്കേ, ഈ ഇക്വേഷനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ എവിടെയാ, 40 അല്ലേ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും, 40² വരും. പിന്നെ ഇവിടെ നോക്കിയാൽ മതി, ഈ 40 × ഇവിടെ എക്സ് എഴുതിയേക്കണം. ഇവിടെ എക്സ് നമുക്ക് 40 ആയിട്ട് കൊടുക്കാം. ക്ലിയർ ആയല്ലോ. അപ്പൊ 40 × A എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ വരുന്ന ഇത് A ആണ്, ഇത് B ആണ്, ഇത് A, ഇത് B. നമ്മൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 7. ഈ പ്ലസ് ഇനി എന്താണ് അടുത്ത ഫോം എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടിന്റെയും ഈ രണ്ട് നമ്പറിന്റെയും പ്രോഡക്റ്റ് A × B. അപ്പൊ 3 × 7 വരും. ഇനി നമ്മൾ ഇതൊന്ന് ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. അപ്പൊ 40യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 16, ഈ രണ്ട് 0 കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ 1600 കിട്ടും നമുക്ക്. ഇനി ഇവിടെ നോക്കാം, ഈ 40 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. 3 + 7 എന്ന് പറഞ്ഞാൽ എത്രയാ, 10 അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ 10 എഴുതി × 10. ദെൻ പ്ലസ് ഈ 3 × 7 എത്രയാ, 21. അവിടെ നമ്മൾ 21 എഴുതി. നമ്മൾ ഈ നമ്പേഴ്സിനെ എല്ലാം സാധാ പോലെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്ത് എഴുതുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. 1600 അങ്ങനെ തന്നെ എഴുതണം. ഇതും രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വരും. പിന്നെ എത്ര 0 ഉണ്ട് ഇവിടെ, 2 0 അല്ലേ. ആ 2 0 നമ്മൾ ചുമ്മാ എടുത്ത് എഴുതിയാൽ മതി. പ്ലസ് പിന്നെ ഇതെന്താണ്, 21 അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഈ നമ്പറുകളെല്ലാം നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഏതാ മക്കളെ, 1600 400 21. അപ്പൊ നമുക്ക് 1600 400 2000, 2000ന്റെ കൂടെ 21 കൂട്ടിയ 2021 ഇതിന്റെ ആൻസറായി. ഇനി നമുക്ക് ഇതിന്റെ ഓൾജിബ്രായിക് ഫോം കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചുമ്മാ നോക്കിയാൽ മതി. ഇവിടെ എത്ര, 40 എന്ന് പറഞ്ഞാണ് നമ്മുടെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണത്. ഇവിടെ തന്നേക്കണ ഈ 40 നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു S² പ്ലസ് എക്സ് × ഈ എക്സ് × പിന്നെ നമ്മൾ ഈ തന്നേക്കണ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 3 + 7 എന്ന് പറഞ്ഞാൽ എത്ര വരും, 10 വരും. 10 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ഇനി ഈ രണ്ട് നമ്പറും കൂടെ പ്രോഡക്റ്റ് ചെയ്യുക. അപ്പൊ അത്ര എവിടെ ആൻസർ എത്രയാ, 21. ദാറ്റ് ഈസ് ഈക്വൽ ടു 21. ഇനി ഇതൊന്ന് നേരെ ജനറൽ ഫോമിലേക്ക് എഴുതിയാൽ മതി. S² + 10x + 21 നമ്മുടെ ആൻസറായി. ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങാത്ത എല്ലാ കുട്ടികളും വളരെ ഈസിയായി ബേസിക് കൺസെപ്റ്റുകളും കണ്ടന്റുകളും ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ക്ലാസോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോസ് 1999 രൂപയ്ക്ക് കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടികൾക്ക് ക്ലാസോറ എന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസോറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഓരോരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയി കാണാവുന്നതാണ്.